ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ പെണ്ണുങ്ങൾ രാവിലെ തന്നെ നീച്ചനുള്ള കോലമുണ്ട്, തലി തോർത്തുണ്ടൊക്കെ ഇട്ടിക്കാണ്ട് നൊളാപ്പിയായി നിൽക്കും. അടുക്കളയിലാണ്, അടുക്കളയിൽ പണിയാണ്, അടുത്ത പണിയൊക്കെ എടുക്കും, കറി കൊടുക്കും. ഇത് ചോറുണ്ടാക്കുന്ന ആളാണ്, വെച്ചുണ്ടാക്കുന്ന ആളാണ്, എല്ലാതും ആളാണ് കണ്ട. എന്നിട്ട് അതിന് വായി തിന്നും. ഇപ്പൊ നീച്ച് ബെരിയാണ് ഗായ്സ്. അല്ല കേട്ടോ, ഞാനൊക്കെ എപ്പോ നീച്ചു? 4 മണിക്ക് നീച്ചു. 4 മണിക്ക് നീച്ച് കടം മൂത്രയിച്ച് കിടന്നു തുടങ്ങി. അല്ല, ഞാൻ പഠിച്ചാനൊക്കെ ആയിട്ട് നേരത്തെ നീച്ച് അതന്നെ. എന്നിട്ട് 4 മണിക്ക് നീച്ചോളൂ മൂത്രയിച്ച് കിടന്നു തുടങ്ങും. സ്ഥിരം പരിപാടിയാണിത്. അപ്പോൾ ഇന്നലെ ഭയങ്കര സന്തോഷമാണ് ഒരാൾക്ക്. ഇന്നലെ വെച്ചാൽ ഒരാളെ വീഡിയോ 1 മില്യൺ അടിച്ചു. ഒന്നാമത്തെ സന്തോഷം അത്. പിന്നെന്താ വെച്ചാൽ ഒരു കൊളാബറേഷൻ കിട്ടി. രണ്ടാമത്തെ സംഭവം സന്തോഷമുള്ള ദിവസമാണ്. സന്തോഷം ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും സന്തോഷം. ആർക്കാണെങ്കിലും ഫസ്റ്റായിട്ടൊരു എന്താ പറയുക, ഈ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഫസ്റ്റായിട്ട് ഇതേമാതിരി വീഡിയോസൊക്കെ ഇടുന്ന ടീം ഉണ്ടാവില്ല. അതായത് കയറണം, റീച്ച് ആകണം, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ഇങ്ങനെ ഒരു എന്തെങ്കിലും കാണുന്നൊക്കെ ചിന്തയുള്ള ആൾക്കാർ ഫസ്റ്റത്തെ കൊളാബറേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണല്ലേ, നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്തോ ആയിക്കോട്ടെ, എന്താ ഇപ്പോൾ ചെറിയ ഐറ്റം ആയാൽ പോലും വേറൊരു ടീം നമ്മളെ കോണ്ടാക്ട് ചെയ്ത് പോലെ സാധനം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്യുക എന്ന് പറയുന്നത് സത്യത്തിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? ഭയങ്കര സന്തോഷം തന്നെയാണ് അല്ലേ ജി പറഞ്ഞാൽ. അത് നമ്മളിപ്പോൾ സാധാരണ നടക്കുന്നത് ഇപ്പോൾ എന്താ എന്നത്തെയും പോലെ തന്നെ ഓരോ ദിവസം. പക്ഷെ ഒരാൾ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഓലൊരു ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അപ്രോച്ച് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആരേട്ടാ ആ ഒരു ഫീലാണ്, വല്ലാത്തൊരു ഫീലാണത്. ഫസ്റ്റത്തെ കൊളാബറേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ സന്തോഷം എല്ലാം കൂടെ ഇനി എന്തായാലും നമ്മൾ ആൾക്കാർ അറിയുന്നുണ്ട്, അത് മനസ്സിലായി അല്ലേ? അറിയുന്നുണ്ട്, നമ്മളെ ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരാൾ പിന്നെ ഞാൻ തന്നെ പോയപ്പോണ്ടല്ലോ എനിക്ക് പറയാക്ക വെച്ച ഞാൻ തള്ളുന്നില്ല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. പക്ഷെ ഇവൾക്ക് ഈ പൊതുവിന് വിശ്വാസമില്ല. അവൾക്ക് അതൊന്നല്ല. മറ്റേ സംഭവം എന്താ വെച്ചാല്, ഞാൻ ഇന്നലെ പെങ്ങളുട്ടിൻ്റെ ബർത്ത്ഡേന് 2 കുട്ടികളുടെ, ചെറുതിൻ്റെയും വലുതിൻ്റെയും 2 ദിവസത്തെ ഗ്യാപ്പുള്ളൂ. അപ്പോൾ എല്ലാം 2ആളും കൂടെ ഒരു ദിവസം ഉണ്ടാക്കി. അപ്പോൾ അതിന് ഇന്നലെ എന്തൊക്കെ വാങ്ങിക്കാണ്ട് ഉമ്മാനെ അവിടുന്ന് റോട്ടുമാക്ക് മീറ്റിംഗ് ഉണ്ടായിട്ട് അവിടുന്ന് കൊണ്ടാക്കാൻ വേണ്ടി പോയി വന്നപ്പോണ്ട് ഒരു ബൈക്കുമ്മ ഇങ്ങോട്ട് വാ ഇജ് കേൾക്കണത്, ഒരു ബൈക്കുമ്മ ചെക്കനും പെണ്ണ് പോകുന്നുണ്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് പോവാണ്, അത് ഒരു സൈഡിലേക്ക് പോവാണ്. ഒരു നേരെ ഓപ്പോസിറ്റ് സൈഡും വണ്ടിയും വരും കേട്ടോ. ഒരു കയറ്റാണ്. ആ കയറ്റം കയറിയിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ നേരിട്ട് ഇറങ്ങിയപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡിൽ വണ്ടി തന്നെ. അതിൻ്റെ ബാക്കിൽ നിന്ന് ആ പെൺകുട്ടി എന്തിനാ ജസീർ, ജസീറല്ലേ ആയിരുന്നു. ആ പെണ്ണിക്ക് അറിയാൻ പോലും ഇല്ല. പക്ഷെ അത് കേട്ടപ്പോൾ എൻ്റെ മോനെ ആ വണ്ടി അപ്പം തന്നെ ഒരു കുണ്ടിക്ക് ഇറങ്ങിപ്പോയിനെങ്കിൽ വിചാരിച്ചു ഞാൻ. എന്താ ആൾക്കാരൊക്കെ നമ്മളെ പുറത്തുനിന്ന് അറിയാൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ. എന്നിട്ട് ഈ പൂത്തിന് ഭയങ്കര അസൂയ. ഞാൻ തള്ളാണ് പറഞ്ഞിട്ട് ഓളെ എന്താ പറയുക, ക്ലാസ്സിൻ്റെ അവിടെ എടുത്തൊരു കടിയിലൊരു ചെക്ക് ചോദിച്ചിട്ട് ഇത് യൂട്യൂബിലൊക്കെ ഉള്ള ആളല്ലേ ഓളോട് ചോദിച്ചത്. എന്നിട്ട് അതിൻ്റെ പൊലിവ് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ പറയുന്നോണ്ട് എനിക്കറിയില്ല. എന്റെ സത്യത്തിൽ പറഞ്ഞതാണ്. അങ്ങനെ ഒരാള് ചോദിച്ച് അങ്ങനെ യൂട്യൂബിലൊക്കെ ഇല്ലതല്ലേ എന്ന് ചോദിച്ചോട്. അതെ, എനിക്കും പറയാമല്ലോ എന്റെ ശരിയാണോന്ന് അറിയില്ല എന്നുള്ളത്. ജസീർ അല്ലേന്ന് ചോദിച്ചതേ, ജസീർ അല്ലേന്ന് ചോദിച്ചത് ചിലപ്പോ ആണെങ്കിൽ എന്നെ അറിയില്ലായിരിക്കും. എന്റെ ഒപ്പം പഠിച്ചു. ഞാൻ പെണ്ണിനെ കണ്ടു. എനിക്ക് ഒരു ഓർമ്മയില്ല. അതിനെ ഞാൻ അവിടെ ആളല്ലേ ഒന്നല്ല. അത് കണ്ടോ, എന്നാലും സമ്മതിച്ചു തരില്ല എന്നെ കണ്ടറിഞ്ഞതാണെന്നുള്ളത്. ഭയങ്കര അസൂയനെ, അസൂയ. ഓളെ ചോദിച്ചത് മാത്രം കറക്റ്റ്. നമ്മളെ ചോദിച്ചാലും നമ്മൾ ഉണ്ടാക്കിയത് എന്താല്ലേ ഇങ്ങനെയുണ്ട് അസൂയ. വേണമെങ്കിൽ സ്വന്തം ഹസ്ബൻഡ് ഒന്ന് 4 ആൾ അറിയണമെന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റില്ല. എന്താണോ. അപ്പോൾ എന്നാലും അതിൻ്റെ ഒക്കെ ഓരോരോ പൊലിവിലേനു ഇന്നലെ. എന്നിട്ട് അതുകൊണ്ട് ഇന്ന് രാവിലെ നീച്ചാൻ പറ്റും. ഒരാൾക്ക് തലവേദന ആൾക്കിട്ട് ഇപ്പം നീച്ച് വരിക എൻ്റെ പൊന്നാറെ കെട്ടിയോള്. അപ്പോൾ എന്തായാലും ഇന്നലെ ഒരു വല്ലാത്ത ദിവസമായി.
ദിവസം കഴിഞ്ഞിട്ട് അറിഞ്ഞില്ലേ എത്ര പെട്ടെന്ന്. എന്ത് മധുരം അല്ല പിന്നെ ഒരു ഡെസേർട്ടിന്റെ ആഡ് ചെയ്യാണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചെയ്ത് കാണ്ട് ആകെ മത്തായി. മീൻസ് ഭയങ്കര സ്വീറ്റ് ആണല്ലോ. അപ്പൊ അത് തിന്നുകാണ്ട് അവസാനം പെട്ടെന്ന് കടന്നുറങ്ങില്ലേ. ഉറക്കം വരാത്തവരൊക്കെ ഒന്ന് കഴിച്ചാൽ മതി, ഫുള്ള് കഴിച്ചാൽ മതി. കുറച്ചൊക്കെ കഴിക്കാം, പക്ഷെ ചിലതൊന്നും കുറേ ഉണ്ടായിരുന്നു. അത് ഒന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു മത്താവും. കാരണം ഷുഗർ അല്ലേ. അതുകൊണ്ട് കുറച്ചൊക്കെ കഴിച്ചുകൊണ്ട് അത് നമ്മൾ കഴിച്ച് ഒരു 4-5 ആൾക്കാർ കഴിക്കാനുള്ള സാധനം അങ്ങനെ എൻ്റെ കഴിച്ച് പിന്നെ അങ്ങനെ മത്താക്കാക്കുക. എന്തായാലും സംഭവം അടിപൊളിയാണ്. അങ്ങനെ ആട് കഴിഞ്ഞ് പിന്നെ ആട് കഴിഞ്ഞ് പോത്ത് കഴിഞ്ഞ് ഓളെ കുറെ തള്ളും എന്തൊക്കെയാണ് ഇന്നലെ അതൊക്കെ കഴിഞ്ഞ് ഒരു വിധമായി കടന്നു. ഒക്കെ കഴിഞ്ഞൊരു വിധമായി കടന്നുറങ്ങിയപ്പോൾ ഒക്കെ കൂടെ കഴിഞ്ഞാണ്ട് എന്തായാലും ഇന്നലെ ദിവസം അത് കഴിഞ്ഞ്. ഇന്ന് ഞായറാഴ്ച ആഴ്ചയിൽ ആകെ ഒരു ദിവസമുള്ള വീക്കെൻഡ് അതത് കഴിഞ്ഞ് എത്ര പെട്ടെന്ന്. ഇനി ഈ തിങ്കൾ മുതൽ ശനി വരെ വല്ല മെല്ലെ 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 ഇഞ്ചൻ വണ്ടി അടിച്ചു പോകണ മാതിരി പോവുള്ളൂ. ഉണ്ട് ഞായറാഴ്ച കാണാൻ മറ്റേ ട്രാക്ക് കയറിയ ബൈക്കിനെ മാതിരി അറ്റ പോക്കാം കാണുന്നല്ലേ എങ്ങോട്ടാ പോയത്. എന്താലേ എല്ലാ ദിവസവും അങ്ങനെ തന്നെ. അപ്പം അങ്ങനെ ഓരോരോ തള്ളും ഇതൊക്കെ ആയിട്ട് കഴിഞ്ഞു ഇന്നലത്തെ ദിവസം. ഇനി ഇതേ മയക്കത്തെ കുറേ തള്ളു കേൾക്കാം നിങ്ങൾക്ക്. തള്ളി മറിച്ച ഇനി നമ്മളെന്താ വിചാരിച്ചെന്ന് വെച്ചാൽ പബ്ലിക്കായിട്ട് നമ്മൾ പേഴ്സണൽ വീഡിയോസ് ഉണ്ടാവും കേട്ടോ. പിന്നെ അതേമാതിരി പബ്ലിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ എപ്പോഴും അവളോട് പറയാം പബ്ലിക്കായിട്ട് എന്തെങ്കിലും ചെയ്യുക, പബ്ലിക്കായിട്ട് എന്ത് ചെയ്യുക. അതാകുമ്പോൾ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അതിനുള്ളൊരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ ജുമോടൊന്ന് അങ്ങനല്ല, നമ്മളൊരു കണ്ടന്റ് കണ്ട് സത്യം പറഞ്ഞത് പ്രശ്നം വെച്ചാലേ ഒഴിവ് കിട്ടണില്ല എന്നുള്ളതാണ്. അതല്ല എനിക്ക് ഭയങ്കര ഷൈയുണ്ട്. ഷൈയൊക്കെ വെച്ചാൽ പിന്നെ ഒരട്ടം ഈ കാണുന്ന പോലെ നല്ല പുറത്തിറങ്ങിയ പേരും ഷൈയാണ്. അങ്ങനല്ല അത് വെച്ചാലേ ഷൈ പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം പുറത്തിറങ്ങിയാണ്ട് വേറെ അങ്ങനെയൊക്കെ പറയുമ്പോൾ അല്ല അപ്പൊ ആദ്യമൊക്കെ ഉണ്ടാവും, അത് ഉറപ്പിനാണ്. പക്ഷെ വെച്ചാണ്ട് അത് ഒന്നായിട്ടും ചെയ്യുമ്പോൾ ശരിയാകലാണ്. അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പബ്ലിക്കിൽ ഇറങ്ങിയാണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാന്നുള്ളത്. പക്ഷെ എൻ്റെ എന്താ പറയുക ഒന്നാമെന്ന് വെച്ചാൽ ഒഴിവ് കിട്ടില്ല. ഈ തിങ്കളാഴ്ച കയറിയാൽ പിന്നെ ഈ ശനിയാഴ്ച ഏതെങ്കിലും ദിവസമൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. അന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടാവും, അങ്ങോട്ടേലും പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും. പിന്നെ അല്ലെങ്കിൽ പിന്നെ അതിനായിട്ട് ഇറങ്ങണം. അപ്പോൾ പിന്നെ കടിക്ക് പോകാനും പറ്റൂല, കടിക്ക് പോകാനും പറ്റൂല. പിന്നെ കടിക്ക് രാവിലെ 10 മണിക്ക് കയറി രാത്രി 10 മണി 10:30 ആവും പിന്നെ പെരേക്ക് എത്താൻ വേണ്ടി. പിന്നെ അതിൻ്റെ ഇടയിൽ ഓടെ സമയം. പിന്നെ ഇവിടെ ക്ലാസ്സും ഇനിയിപ്പോൾ ഇവിടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടോ ഇനിയിപ്പോൾ ഇന്റർവ്യൂ എക്സാം ആണ്. എക്സാം കഴിഞ്ഞു, ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ നേരെ ജോലി കയറി. അപ്പം ഞാൻ പറഞ്ഞോട് പൊന്നാര ബളാജി ഇപ്പം തന്നെ കയറണ്ടെന്നുള്ളത് ജോലിയിലൊന്നും. ഒരു 1-2 മാസം കഴിഞ്ഞിട്ട് ആക്കം പോലെ കയറിയാൽ മതി. കാരണം വെച്ചാൽ ജോലി കയറി കഴിഞ്ഞാൽ പിന്നെ അതിന് ഇറങ്ങൽ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്താ വെച്ചാൽ ലീവ് എടുക്കലും എപ്പോഴേലും എൻ്റെ അതേമാതിരി ആഴ്ചയിൽ ഒരു ദിവസം ലീവ് അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു 3-4 ആഴ്ച അടുപ്പിച്ച് നമുക്ക് കൊടുക്കും ടൂർ പോകാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു ജോലി കയറിക്കോ, പക്ഷെ ഒരു കുറച്ച് ഗ്യാപ്പ്, അപ്പോൾ പഠിത്തം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടുണ്ട്, ഒരു 1-2 മാസം അധികം ഒന്നും വേണ്ട, ഗ്യാപ്പ് ഇട്ടിട്ട് കയറി. അതിൻ്റെ ഇടയിൽ നമുക്ക് പോകണടുത്തോടൊക്കെ കൊണ്ട് പോയി വന്നുകാണ്ട് കയറിയാൽ മതി എന്ന് നടക്കണേ. ഓൾക്ക് ഇപ്പം തന്നെ കയറണം വേണ്ടേ? കയറിക്കോ, ഇപ്പം കയറിക്കോ, എനിക്ക് മനസ്സിലാവും. അത് ജോലി കയറിക്കോ കുറച്ചാലും കഴിഞ്ഞാലാ ഇപ്പോൾ ഓരോ മനസ്സിലെന്തേക്കാറുണ്ടാവും വെച്ചാൽ ജോലി കയറിയ ശമ്പളം കിട്ടുന്നതാണ്. ശമ്പളം കിട്ടണമെങ്കിൽ 30 ദിവസം കഴിച്ചണം. അത് മനസ്സിലായി. എന്നാ ശമ്പളം ഇല്ല ജോലിക്ക് പോവോ? അപ്പൊ അങ്ങനെയായി. ശമ്പളം കിട്ടണ മാത്രം. അപ്പൊ എല്ലാരും പണിക്ക് പോണത് പൈസ ഇട്ടാൻ വേണ്ടി തന്നെയാണ്. അതങ്ങനെ തന്നെയാണ്. പിന്നെ ഞങ്ങക്ക് കാരണം ഈ പെരയിൽ ഇരിക്കണേക്കാളും നല്ലത് ജോലിക്ക് പോകണതാണ്. അതിപ്പോ കുറച്ച് ദിവസം പോകുമ്പോ ഞാന് എന്താ പറയാ ഇതേമാതിരി ഒരു വ്ളോഗൊക്കെ ഇട്ടാണ് ഇങ്ങനെ ലൈവ് സ്ട്രീം. എനിക്കൊരു ഗെയിമിംഗ് പീസ് എന്തെങ്കിലും കിട്ടി ഞാൻ ഗെയിം വെച്ച് അങ്ങനെ കുത്തിറക്കും എത്ര ദിവസം വേണമെങ്കിലും. ഫോണ് കളിച്ചതിന് ഒരു പരിധി ഉണ്ട്. ഞങ്ങക്ക് പരിധി ഒന്നുമില്ല. ഒരാളുണ്ടല്ലോ എന്തിനുള്ള ഫോൺ ഫ്രീസ് ഞാനൊന്നും കാട്ടിയില്ല. ഓൾ എൻ്റെ മേത്തേക്ക് ചാടിക്കാണ്ട് ഓളെ പല്ല് ഓളെ ചുണ്ടുമ്പോ തട്ടിക്കാണ്ട് മുറി അടങ്ങി നിക്കണേ. എന്ത് ഇന്റർവ്യൂ പറയണ്ടേ? അയ്യോ സാറേ എൻ്റെ ചുണ്ട് മുറിഞ്ഞ സാറേ അങ്ങനെ പറഞ്ഞാൽ മതി ഇന്റർവ്യൂ.
അപ്പോൾ ഒരാൾ ഫോണ് ഹീറ്റായിട്ട് കൊണ്ടുപോയിക്കാണ്ട് ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചിരിക്കുക. ഇതൊക്കെയാണ് ഓരോരോ. എന്നിട്ട് ഫ്രീസറിന് ഫോണിൽ ഫ്രീസ് ആയിക്കാണ്ട് വെള്ളം കയറിക്കുക. ഫോണ് ഫ്രീസറിൽ ഫോണ് ഫ്രീസറിൽ വെച്ചാണ്ട് ഫ്രീസ് ആയിക്കാണ്ട് ഫോണിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിക്കുക. എന്തൊക്കെ കിരിയോ ഒന്നും അറിയണ്ട, ഓരോരോ പൊട്ടത്തരം കാട്ടിലാണ്. ഇന്ന് ചെറിയൊരു ഞാൻ പറയില്ല, ഇന്നലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെതായ ചെറിയ സൈഡ് എഫക്റ്റുകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പെട്ടെന്ന് പ്രശ്നമാക്കണ്ട, ശരിയായിക്കോളും. ഒരു ഉറങ്ങി നീച്ചുമ്പോഴത്തേനും എന്തായാലും ശരിയായിക്കോളും. അപ്പോൾ എന്തായാലും കടിക്ക് വന്ന് നോക്കട്ടെ, അല്ലാന്നെങ്കിൽ നേരം വെക്കും. ഓരോരോ കോപ്പറായും കാട്ടാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കണ്ട്. അപ്പോൾ എന്തായാലും ശരി, ബൈ ബൈ, ടാറ്റ. ഇനി അടുത്ത വ്ളോഗിൽ കാണാം.